മുഅ്മിനായ രീതിയിൽ ഒരാളും മദ്യപിക്കുക പോലും ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമതായിട്ടുള്ളത് ഇന്നമൽ ഹംർ എന്നുള്ളത് അത് വലിയ തെറ്റാണെന്നാണ് പറയുന്നത്. ഈ മദ്യം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ അവനല്ലാതാക്കി മാറ്റുന്ന പ്രക്രിയയാണ് മദ്യം എന്നുള്ളത്. ലഹരി എന്നത് ഒരു മനുഷ്യനെ അവൻ്റെ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനമാണ് ലഹരി എന്നത്. നബിതങ്ങൾ അവിടെ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായിരുന്നു മദ്യത്തോടുള്ള ആ സമൂഹത്തിൻ്റെ കടുത്ത വെറുപ്പ്. കുല്ലു മുസ്കിരിൻ ഹംറുൻ വ കുല്ലു ഹംരിൻ ഹറാം, എല്ലാ മദ്യവും അത് ഹറാമാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് പോലും യാതൊരു ഖേദവുമില്ലാതെ ഈ യുവാവ് പറഞ്ഞത് എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷ മാതാവിന് നൽകിയെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പവിത്രവും പരിശുദ്ധവുമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സമയത്ത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നാൽ സമൂഹം അത്രയേറെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുകയും സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത്. ലഹരി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ തലങ്ങളെയും വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിനങ്ങളിലും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും ലഹരി സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ ഭവിഷ്യത്തിനെ കുറിച്ചാണ്. പണ്ടുകാലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ അയാളെ മാത്രമായിരുന്നു അത് ബാധിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ലഹരി ഒരു സാമൂഹ്യ വിപത്തായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തിയല്ല ലഹരി ബാധിക്കുന്നത്, ഒരു സമൂഹത്തെ ആകെ ലഹരി ബാധിച്ചു കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. സമൂഹത്തിലെ ഓരോ കുടുംബങ്ങളുടെയും കൃത്യമായ അവരുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത് നമ്മൾ വായിച്ച ചില വാർത്തകളുണ്ട്, വളരെ ഞെട്ടലോടുകൂടി നമ്മൾ വായിച്ച വാർത്തകളാണ്. ആ വാർത്തകൾക്കിടയിലെല്ലാം വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞതും അറിഞ്ഞതുമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ലഹരിയായിരുന്നു ഈ ഭീകരമായ വാർത്തകളെല്ലാം സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്നുള്ളത്. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരത്ത് അഫാൻ എന്ന് പറയുന്ന ഒരു യുവാവ് തൻ്റെ കുടുംബത്തിലെ 5 പേരെയാണ് കേവലം 6 മണിക്കൂർ കൊണ്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടുകൂടി നമ്മൾ വായിച്ചത്. ആ 23 വയസ്സുകാരനായ യുവാവ് തൻ്റെ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, തനിക്ക് ജന്മം നൽകിയ മാതാവിനെ പോലും അതിക്രൂരമായി കൊലപ്പെടുത്താൻ ആ യുവാവ് ശ്രമിച്ചു. തന്നെ വളർത്തി വലുതാക്കിയ തൻ്റെ വല്ലുമ്മയെ ആ യുവാവ് അതിക്രൂരമായി കൊലപ്പെടുത്തി. തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ എത്ര ക്രൂരമായിട്ടാണ് ആ യുവാവ് കൊലപ്പെടുത്തിയത്. താൻ സ്നേഹിച്ച, താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയെയും ആ യുവാവ് കൊലപ്പെടുത്തിയതിൻ്റെ വാർത്തകൾ ഞെട്ടലോടുകൂടി വായിച്ചവരാണ് നമ്മൾ. ആ വാർത്തകളെല്ലാം വായിച്ച് ആ വാർത്തകൾക്കിടയിലൂടെ വരികൾക്കിടയിലൂടെ നമ്മൾ അറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യുവാവ് ലഹരി ഉപയോഗിക്കുന്ന യുവാവായിരുന്നു. ലഹരി ആ യുവാവിനെ ബാധിച്ചിരുന്നു, അതൊരു കാരണമായിരുന്നു എന്നാണ് പിന്നീട് വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞത്. ലഹരി ആ യുവാവിൻ്റെ ബോധത്തെയും ആ യുവാവിൻ്റെ ചിന്തയെയും ആ യുവാവിൻ്റെ കാഴ്ചപ്പാടിനെയും എത്രമാത്രം ബാധിച്ചു എന്നാണ് ആ വാർത്തകളിലൂടെ നമുക്ക് ബോധ്യമായിട്ടുള്ളത്. എന്നാൽ ആ വാർത്തയുടെ ഞെട്ടലുകൾ വിട്ടുമാറുന്നതിന് മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ 24 വയസ്സുകാരനായ ഒരു യുവാവ് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ, തനിക്ക് ജന്മം നൽകിയ മാതാവിനെ അതിക്രൂരമായി വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയത്. 7 കഷ്ണങ്ങളായിട്ടാണ് ആ മാതാവിനെ ആ യുവാവ് വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയത്. ആ മാതാവ് രോഗിയായിരുന്നു എന്ന് മാത്രമല്ല, ചെറിയ പ്രായത്തിലെ ആ കുട്ടിയെ വളർത്തി വലുതാക്കിയത് ഈ മാതാവാണ്. ഈ കുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ആ മാതാവ് ജീവിതം മാറ്റിവെച്ചത്. ചെറിയ പ്രായത്തിലെ പിതാവ് നഷ്ടപ്പെട്ട ആ കുട്ടിയെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ച് എല്ലാം തരണം ചെയ്ത് ആ കുട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നു ആ മാതാവിൻ്റെ ജീവിതം. എന്നാൽ ആ മാതാവ് രോഗിയായി കിടക്കുന്ന സമയത്താണ് തൻ്റെ റൂമിലേക്ക് വന്ന ആ മകൻ ആശ്വാസമായിട്ട് കടന്നു വരുന്നു എന്ന് കരുതിയ സമയത്താണ് ഈ 23 വയസ്സുകാരനായ മകൻ ആ മാതാവിനെ അതിക്രൂരമായി 7 കഷ്ണങ്ങളായി വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയത്. ആ വാർത്തയും ഞെട്ടലോടുകൂടി നമ്മൾ വായിച്ചു. വാർത്തകൾക്കിടയിലൂടെ വരികൾക്കിടയിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ യുവാവും
അതിമാരകമായ ലഹരി മയക്കുമരുന്നുകളുടെ അടിമയായിരുന്നു. ലഹരി ആ യുവാവിനെ വല്ലാതെ അങ്ങ് ബാധിക്കുകയും ആ യുവാവ് അതിന് അഡിക്റ്റായിരുന്നു എന്നാണ് പിന്നീട് വാർത്തകളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞത്. പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് പോലും യാതൊരു ഖേദവുമില്ലാതെ ഈ യുവാവ് പറഞ്ഞത് എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷ മാതാവിന് നൽകിയെന്നാണ്. എത്രമാത്രം ഭീകരമായ അവസ്ഥകളാണ്, സാഹചര്യങ്ങളാണ് വാർത്തകളിലൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വാർത്തകളുടെ എല്ലാ ഞെട്ടലുകൾ നമ്മൾ വിട്ടുമാറുന്നതിന് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ തന്നെ ഈങ്ങാപ്പുഴയിൽ നിന്നും മറ്റൊരു വാർത്ത നമ്മൾ കേട്ടു. ആ വാർത്ത കേട്ട സമയത്ത് നമ്മുടെ ശരീരമാകെ ഭയത്തോടു കൂടിയാണ് ആ വാർത്ത നമ്മൾ കേട്ടത്. കേവലം 4 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള പിഞ്ചു പൈതലിൻ്റെ മുമ്പിൽ വെച്ചാണ് സ്വന്തം ഭാര്യയെ 24 വയസ്സുള്ള ഒരു യുവാവ് 11 കഷ്ണമായി വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയത്. ഈങ്ങാപ്പുഴയിൽ നിന്നും കേട്ട വാർത്ത നമ്മുടെ എല്ലാം ഹൃദയങ്ങളെ തകർത്ത് കളയുന്ന വാർത്തയായിരുന്നു. സ്വന്തം കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ ഉമ്മയെ, കുഞ്ഞിന് ജന്മം നൽകിയ ഉമ്മയെ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ അതിക്രൂരമായി ഈ യുവാവ് വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയത്. വാർത്തകൾക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പോയപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞത് ആ യുവാവും അതിമാരകമായ ലഹരി മയക്കുമരുന്നുകളുടെ അടിമയായിരുന്നു എന്നാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് സമൂഹത്തിൽ ലഹരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ചാണ്. ലഹരി എത്രമാത്രമാണ് സമൂഹത്തെ ബാധിക്കുന്നത്. ഇന്ന് വീടുകളിൽ സ്വന്തം മാതാപിതാക്കൾക്ക് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത വിധം ലഹരി വലിയ രീതിയിൽ അതൊരു വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കൾക്ക് വീട്ടിൽ ധൈര്യത്തോടു കൂടി കടന്നുറങ്ങാൻ കഴിയുന്നില്ല. മക്കൾ ലഹരിയുടെ അടിമകളാണ്. വനിതാ കമ്മീഷന്റെ ഈ അടുത്ത് വന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് 30% വിവാഹമോചനങ്ങളും നടക്കുന്നത് ലഹരി ഉപയോഗിക്കുന്ന ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ കാരണമാണെന്നാണ് വനിതാ കമ്മീഷന്റെ ഈ അടുത്ത് പുറത്തു വന്ന വാർത്തകളിലൂടെ പുറത്തു വരുന്നത്, നമ്മൾ വായിച്ചറിഞ്ഞത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ലഹരി വിൽപ്പന, അതല്ലെങ്കിൽ മദ്യത്തിൻ്റെ വിൽപ്പനയുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ 2018 5000 കോടിയുടെ മദ്യമാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടത്. ഒരു ഭാഗത്ത് ലഹരി കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നു, മറ്റൊരു ഭാഗത്ത് അത് കൃത്യമായി ലഭിക്കുന്നു, മറ്റൊരു ഭാഗത്ത് അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സമൂഹത്തെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാൻ, അതല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ചിന്തകളിൽ നിന്നും ലഹരിയെ മോചിപ്പിക്കാൻ എന്താണ് ചെയ്യുക എന്ന ചിന്തയാണ് ഇവിടെ ഉയർന്നു വരേണ്ടത്. ഒരു ഭാഗത്ത് ലഹരിയുടെ അടിമകളായി പുതിയ തലമുറ ഇങ്ങനെ മാറുമ്പോൾ അവർക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് എന്തിട്ട് കൊടുക്കാൻ കഴിയും? എങ്ങനെയാണ് അവരുടെ ഹൃദയങ്ങളിൽ നിന്നും ലഹരി എന്ന് പറയുന്ന ആ ഒരു ചിന്തയെ മാറ്റി ജീവിതത്തെ ഒരു ലഹരിയായി ഉപയോഗപ്പെടുത്താൻ അവർക്ക് എങ്ങനെ ആ ചിന്ത പകർന്നു കൊടുക്കുമെന്ന ചിന്തയും ചർച്ചയുമാണ് സമൂഹത്തിൽ ഉയർന്നു വരേണ്ടത്. പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി, വളരെ വ്യക്തമായി ഈ ലഹരിയുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിനോട് കൃത്യമായി നമ്മൾ പാലിക്കേണ്ട സമീപനത്തെക്കുറിച്ച് വളരെ കൃത്യമായി വരച്ച് കാണിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഒരുപാട് ഹദീസുകളുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളുണ്ട്. അൽ ഹംർ എന്നാണ് ലഹരിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഹംർ എന്ന് പറഞ്ഞാൽ അത് മദ്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഒരു ഹദീസിലുണ്ട്, കുല്ലു മുസ്കിരിൻ ഹംറുൻ, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മദ്യമാണ്. ലഹരി ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും, അത് വിനോദമാണെങ്കിലും, അത് വസ്തുക്കൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിലും, അത് ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിലും, ഖരരൂപത്തിലുള്ളതാണെങ്കിലും, ഏത് രൂപത്തിലുള്ളതാണെങ്കിലും ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മദ്യമാണ്. കുല്ലു മുസ്കിരിൻ ഹംറുൻ വ കുല്ലു ഹംറിൻ ഹറാം, എല്ലാ മദ്യവും അത് ഹറാമാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ലഹരി ഉണ്ടാക്കുന്ന എന്തു തന്നെയാണെങ്കിലും അതെല്ലാം ഒരു മദ്യം ഉപയോഗിക്കുന്നതിന് സമാനമാണ്. ആ മദ്യം ഉപയോഗമാവട്ടെ അത് തീർത്തും ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും വളരെ വ്യക്തമായി വരച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീണ കാലഘട്ടത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇരുണ്ട യുഗമെന്നാണ്, ഡാർക്ക് ഏജ് എന്നാണ് മോഡേൺ ഹിസ്റ്റോറിയൻ പോലും ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം. എന്തുകൊണ്ടാണ് 6-ാം നൂറ്റാണ്ടിനെ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്? ഇന്ന് 21-ാം നൂറ്റാണ്ടാണ്, മോഡേൺ യുഗമാണ്. അതല്ലെങ്കിൽ പ്രാചീന കാലഘട്ടമുണ്ട്, മധ്യകാലഘട്ടമുണ്ട്, അങ്ങനെ പല രീതിയിൽ ഓരോ നൂറ്റാണ്ടുകളെയും വിശേഷിപ്പിക്കുന്നുണ്ട്. എങ്കിൽ മോഡേൺ ഹിസ്റ്റോറിയൻ പോലും 6-ാം നൂറ്റാണ്ടിനെ വിശേഷിപ്പിക്കുന്നത് ഡാർക്ക് ഏജ് എന്നാണ്, ഇരുണ്ട യുഗം എന്നാണ്.
എന്തുകൊണ്ടാണ് ഇരുണ്ട യുഗമെന്ന് 6-ാം നൂറ്റാണ്ടിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യമാവുന്നത്. അഥവാ അത്രമാത്രം ക്രൂരമായ ജീവിത രീതികളും തെറ്റായ ജീവിത രീതികളും മദ്യവും മയക്കുമരുന്നും ലഹരികളും വലിയ രീതിയിൽ ഉപയോഗിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലേക്കാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വരുന്നത്. മദ്യവും മയക്കുമരുന്നും ലഹരികളും കൃത്യമായി ഉപയോഗിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലേക്ക് പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്ന് 23 വർഷത്തെ തൻ്റെ മാതൃകാപരമായ ജീവിത രീതികളിലൂടെയാണ് അള്ളാഹിൻ്റെ റസൂല് പരിശുദ്ധ ഇസ്ലാമിക ലോകത്ത്, അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്ത്, ഇസ്ലാമിക ലോകത്ത് മദ്യത്തിനെതിരെയുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. 23 വർഷം നബിതങ്ങൾ അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ നബിതങ്ങൾ കടന്നു വരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ഇദാ ബുശ്ശിറ അഹദുകും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. പെൺകുട്ടിയാണ് ജനിച്ചത് എന്നറിഞ്ഞാൽ പോലും മാതാവിൻ്റെ പിതാവിൻ്റെ മുഖം കറുത്ത് വിവർണമായിരുന്ന ഒരു കാലഘട്ടം, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 6-ാം നൂറ്റാണ്ടിലാണ് നബിതങ്ങൾ ജനിച്ചു വീഴുന്നത്. ആ ഒരു തലമുറയെ നബിതങ്ങൾ മാറ്റിയെടുത്തു. 23 വർഷത്തെ ജീവിത മാതൃകകളിലൂടെ പ്രവാചകൻ മാറ്റിയെടുത്തിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ ഹൈറുൽ ഏറ്റവും നല്ല ആ 6-ാം നൂറ്റാണ്ടിലെ സമൂഹത്തെ നബിതങ്ങൾ ജീവിതത്തിലൂടെ അവിടുത്തെ ജീവിത മാതൃകയിലൂടെ മാറ്റിയെടുത്ത് പിന്നെ ഖുർആൻ പറയുന്നത് ആ സമൂഹത്തെക്കുറിച്ച് ഏറ്റവും നല്ല നൂറ്റാണ്ടിൻ്റെ ഉടമകളെന്നാണ്. ഏറ്റവും നല്ല നൂറ്റാണ്ടിൻ്റെ ഉടമകളെന്ന് പ്രവാചകരുടെ ജീവിതത്തിലൂടെ ആ തലമുറയെക്കുറിച്ച് പറയുമ്പോൾ നബിതങ്ങൾ അവിടെ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായിരുന്നു മദ്യത്തോടുള്ള ആ സമൂഹത്തിൻ്റെ കടുത്ത വെറുപ്പ്. മദ്യത്തിൻ്റെ പുഴകൾ ആ പ്രദേശത്തിൻ്റെ മദീനയുടെ മക്കയുടെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകിയിരുന്നു എന്നാണ് പറയുന്നത്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും അയാളെ കബറടക്കുന്ന സമയത്ത് മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിടണമെന്ന് പറയുന്ന ഒരു കാലമായിരുന്നു. അതായത് മരിച്ചു കഴിഞ്ഞാലും മദ്യത്തിൻ്റെ അംശം ഈ മരണപ്പെട്ട ആൾക്ക് ലഭിക്കണമെന്നായിരുന്നു അന്നുണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസം. അങ്ങനെയുണ്ടായിരുന്ന ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു തലമുറയെ ഘട്ടം ഘട്ടമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം ലഹരിയിൽ നിന്നും മോചിപ്പിച്ചത്. പെട്ടെന്നുള്ള ശക്തമായ ഒരു തീരുമാനത്തിലൂടെ, ശക്തമായ നടപടികളിലൂടെ, അതല്ലെങ്കിൽ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു നിമിഷം കൊണ്ട് ലഹരിയെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഒരു തെറ്റായ ചിന്തയാണ്. ഘട്ടം ഘട്ടമായി സമൂഹത്തിൽ ലഹരിയെ ഇല്ലായ്മ ചെയ്യുക എന്ന ചിന്തയാണ് പ്രവാചകൻ 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രവാചകരുടെ ഹദീസുകളിലൂടെ പറയുന്നുണ്ട്, ഒരാൾ ലഹരി ഉപയോഗിച്ച് നിസ്കാരത്തിലേക്ക് വന്നാൽ നിസ്കാരം അയാളത് ശരിയാവുകയില്ല. നിസ്കരിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കരുത് എന്നാണ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായി നിസ്കരിക്കുന്ന സമയത്ത് ലഹരി ഒഴിവാക്കുക, പിന്നെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന സമയത്ത് ലഹരി ഒഴിവാക്കുക, അങ്ങനെ ഓരോ നന്മകൾ ചെയ്യുന്ന സമയത്ത് ലഹരി ഒഴിവാക്കുക. അങ്ങനെ ഘട്ടം ഘട്ടമായി പല ഘട്ടങ്ങളിലൂടെയാണ് അവസാനം ലഹരി എല്ലാ തെറ്റുകളുടെയും എല്ലാ തിന്മകളുടെയും താക്കോൽ ലഹരിയാണെന്ന് അവസാനം ആ ജനതയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പറഞ്ഞു വരുന്നത് ലഹരി ഒരു വലിയ തെറ്റാണെന്ന് സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ലഹരിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന്. ലഹരി എത്ര വലിയ തെറ്റാണെന്ന് പറഞ്ഞാലും, അതല്ലെങ്കിൽ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും, ലഹരിയുടെ വിപത്തുകളെക്കുറിച്ച് നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും, അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ലഹരി ഒരു വലിയ തെറ്റാണ്. അതെൻ്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, അതെൻ്റെ കുടുംബത്തെ ബാധിക്കുന്നുണ്ട്, അതെൻ്റെ സ്വസ്ഥമായ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കുന്നുണ്ട് എന്ന് ഏതൊരു വ്യക്തിയും ഉള്ളാൽ തിരിച്ചറിയുന്ന കാലം തൊട്ടാണ് ലഹരിയെ ഒഴിവാക്കാൻ അവനക്ക് സാധിക്കുന്നത്. ലഹരി തെറ്റാണ് എന്ന ഒരു ചിന്തയാണ് ഉള്ളിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഒരുപാട് ഹദീസുകൾ പറയുന്നുണ്ട്, ലഹരി വലിയ തെറ്റാണ്, അത് വലിയ കുറ്റമാണ്, അത് വൻ പാപമാണെന്ന് പോലും അള്ളാഹിൻ്റെ റസൂൽ പറയുന്നുണ്ട്. കുല്ലു മുസ്കിരിൻ ഹംറുൻ വകുല്ലു ഹംറിൻ ഹറാം എന്ന പരിശുദ്ധമായ ഒരു സൂക്തത്തിൽ, പരിശുദ്ധമായ ഒരു വാക്യത്തിലൂടെയും പ്രവാചകരുടെ മറ്റൊരു വചനത്തിലൂടെ പറയുന്നുണ്ട്, ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറയുന്ന ഒരു പരിശുദ്ധമായ വചനമുണ്ട്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അത് വലിയ പാപമാണ്, കുറ്റമാണ് എന്ന് എണ്ണുന്ന സമയത്ത് ഒന്നാമതായിട്ട് എണ്ണുന്നത് ഇന്നമൽ ഹംർ.
ഹംർ എന്നുള്ളത് അത് വലിയ തെറ്റാണെന്നാണ് പറയുന്നത്. ഈ മദ്യം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ അവനല്ലാതാക്കി മാറ്റുന്ന പ്രക്രിയയാണ് മദ്യം എന്നുള്ളത്. ലഹരി എന്നത് ഒരു മനുഷ്യനെ അവൻ്റെ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനമാണ് ലഹരി എന്നത്. ലഹരി എന്നത് ഒരു മനുഷ്യൻ്റെ ചിന്തയെയും അവൻ്റെ കാഴ്ചപ്പാടുകളെയും അവൻ്റെ ശുഭപ്രതീക്ഷകളെയും ഇല്ലാതാക്കുന്ന, അവനല്ലാതാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ലഹരി എന്നത്. ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലേക്കാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾ എത്തിച്ചേരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ചെറിയ കുട്ടികൾ പോലും ലഹരിയുടെ അടിമകളായി മാറുന്നു എന്നത് വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ വായിക്കേണ്ടത്. കോഴിക്കോട് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട 52 വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പോലീസ് ഓഫീസർ നടത്തിയ പഠനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 70% പെൺകുട്ടികളും 70% +2 തലങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും ലഹരി ഉപയോഗിക്കുന്നവരായി മാറുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഈയിടെ പുറത്തു വന്നിരുന്നു. കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പോലീസ് ഓഫീസറുടെ കൃത്യമായ പഠനത്തിലൂടെയാണ് അദ്ദേഹം അത് പുറത്തുവിട്ടത്. 70% പെൺകുട്ടികളും ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടലോടുകൂടി നമ്മൾ കേൾക്കേണ്ട വാർത്തയാണ്. വടകരയിൽ ഒരു പ്രദേശത്ത് 8ാം ക്ലാസ്സുകാരിയായ ഒരു കുഞ്ഞുമോൾ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ വളരെ വേദനയോടുകൂടി നമ്മൾ വായിച്ചവരാണ്. 8ാം ക്ലാസ്സുകാരിയായ കുഞ്ഞുമോളാണ് ആ പ്രദേശത്തെ നിരവധി സ്കൂളുകളിൽ ലഹരി വിൽക്കുന്നതും അവിടെയുള്ള കുട്ടികൾക്ക് ലഹരി വിൽപ്പന നടത്തുന്നതും 8ാം ക്ലാസ്സുകാരിയായ കുഞ്ഞുമോളാണ്. അവളുടെ ശരീരമാകെ സിറിഞ്ചുകൾ കുത്തിവെച്ചതിൻ്റെയും ബ്ലേഡ് കൊണ്ട് ശരീരം മുറിച്ചതിൻ്റെയും പാടുകളാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. പറഞ്ഞു വരുന്നത് ചെറിയ കുട്ടികൾ പോലും, ചെറിയ മക്കൾ പോലും, 10ാം ക്ലാസ്സിന് താഴെയുള്ള ചെറിയ പെൺകുട്ടികൾ വഴിയാണ് ഏറ്റവും കൂടുതൽ ലഹരി വിൽപ്പന നടക്കുന്നത് എന്നാണ് ഈയിടെ പുറത്തു വന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ചെറിയ പെൺകുട്ടികൾ, 10ാം ക്ലാസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ വഴിയാണ് ഏറ്റവും കൂടുതൽ ലഹരി വിൽപ്പന നടത്തുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇനിയും നമ്മൾ ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി നോക്കിക്കണ്ടില്ല എങ്കിൽ, ഇനിയും ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി സമീപിച്ചില്ല എങ്കിൽ, ഇനിയും ഈ വിഷയത്തെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് സമൂഹമാകെ ഒന്നാകെ ചിന്തിക്കാതെ പോയാൽ അത് വലിയ വിപത്തിലേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഏതു മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിലും, ഏത് വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മളെല്ലാവരും ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി ശക്തമായി പോരാടേണ്ടതിൻ്റെ സമയമാണിത്. നാം ഒരുമിച്ച് നിൽക്കുകയും എല്ലാ മതങ്ങളും ഈ ലഹരിക്കെതിരെ ശക്തമായ പ്രബോധനങ്ങൾ, ശക്തമായ ബോധവൽക്കരണങ്ങൾ നടത്തുകയും അതിനുവേണ്ടി ഏറെ പരിശ്രമിക്കുകയും ചെയ്യുന്ന മതങ്ങളാണ്. എല്ലാ മതങ്ങളിലും ലഹരിക്കെതിരെയുള്ള കൃത്യമായ വാക്യങ്ങളും വചനങ്ങളുമുണ്ട്. എല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തി സമൂഹത്തിൻ്റെ വളർച്ചയിലും സമൂഹത്തിൻ്റെ പുരോഗതിയിലും ഇതെങ്ങനെ കൃത്യമായി ഉപയോഗപ്പെടുത്താമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോ മതവിഭാഗങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അത്രയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഓരോ സംഘടനകളും, ഓരോ രാഷ്ട്രീയ പാർട്ടികളും, ഓരോ സന്നദ്ധ സംഘടനകളും തങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും കൃത്യമായി ഇടപെടുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ലോകത്തെ ഏറ്റവും വലിയ കാടാണ് ആമസോൺ കാടുകൾ. ഈ ആമസോൺ കാടുകൾ ഇങ്ങനെ കത്തി നശിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിക്കിളി തൻ്റെ ചുണ്ടിൽ ഒരല്പം വെള്ളമെടുത്ത് ആ ആമസോൺ കാട് ഇങ്ങനെ കത്തുന്നത് അതിങ്ങനെ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കുഞ്ഞിക്കിളി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കിളിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ചുണ്ടിൽ ഒരു തുള്ളി വെള്ളവുമായി ഈ കാടിനെ എങ്ങനെ അണയ്ക്കാൻ സാധിക്കും? ഈ കാട് ഇത്രമാത്രം വലിയ കാട് ഇങ്ങനെ കത്തി നശിക്കുമ്പോൾ നിന്റെ ചുണ്ടിൽ ഒരു തുള്ളി വെള്ളവുമായി വന്നാൽ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഈ കുഞ്ഞിക്കിളി തിരിച്ചു പറയുന്ന ഒരു കുഞ്ഞു കഥയുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എത്ര ചെറുതാണെങ്കിലും ഞാൻ ചെയ്യുക എന്ന വലിയൊരു സന്ദേശം ആ കുഞ്ഞിക്കിളി പകരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഈ സമൂഹത്തെ ഒന്നാകെ മാറ്റിയെടുക്കുക എന്നതല്ല, ഈ സമൂഹത്തെ ഒന്നാകെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നതല്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എത്ര ചെറുതാണെങ്കിലും അത് ചെയ്യുക എന്നതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആരംഭിക്കുക, നമ്മുടെ നാട്ടിൽ നമ്മൾ ആരംഭിക്കുക, നമ്മുടെ സംഘടനകളിൽ നിന്നും, നമ്മുടെ സംവിധാനങ്ങളിൽ നിന്നും, നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിലൂടെയും, നമ്മുടെ കൂട്ടായ്മകളിലൂടെയും, നമ്മുടെ ചെറുതും വലുതുമായ സംഘങ്ങളിലൂടെയും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എത്ര ചെറുതാണെങ്കിലും സമൂഹത്തിൽ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. പരിശുദ്ധ റസൂലിൻ്റെ, പരിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് വചനങ്ങളിലൂടെ ഈ മദ്യത്തിനെതിരെയുള്ള കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലാ യശ്രിബു ഷാരിബു ഹീന യശ്രിബുഹാ വഹുവ മുഅ്മിനുൻ. മുഅ്മിനായ രീതിയിൽ ഒരാളും മദ്യപിക്കുക പോലും ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരാളും, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും അവനക്ക് ലഹരി ഉപയോഗിക്കാൻ കഴിയുക പോലുമില്ല. ഒരാൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാളുടെ 40 ദിവസത്തെ ഇബാദത്തുകൾ, അയാളുടെ നിസ്കാരങ്ങൾ,
നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം എന്നുള്ളത്. അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നോമ്പ് എന്നുള്ളത്. അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഹജ്ജ് എന്നത്. ഈ വിശ്വാസങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ ആ ഇബാദത്തുകളെ, ആ സൽക്കർമ്മങ്ങളെ ഒരിക്കലും അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, മുഅ്മിനായ രീതിയിൽ ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അഥവാ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്കൊരു മുഅ്മിനായി ജീവിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ ഒരു മുഅ്മിനാണെന്ന് പറയാൻ പോലും കഴിയില്ല എന്നാണ് ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളിലൂടെ നമുക്ക് ബോധ്യമാവുന്നത്. അതുകൊണ്ട് ലഹരി അത് നമ്മുടെ ജീവിതത്തെയും ഈമാനികമായും ഇസ്ലാമികമായി നമ്മുടെ വിശ്വാസത്തെയും തകർത്ത് കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട ഒരു വിഷയമാണെന്ന് ബോധ്യമാവാൻ നമുക്ക് സാധിക്കണം. ലഹരിയിൽ നിന്നും വിട്ടുമാറാനും, ലഹരി നാം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ എത്ര തെറ്റുകൾ ചെയ്താലും അള്ളാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലിൻ്റെയും പരിശുദ്ധ ഖുർആനിൻ്റെയും ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യമാകും. എത്ര വലിയ തെറ്റുകളാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിലും 100 ആളുകളെ കൊന്ന ആൾക്ക് പോലും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഹദീസിലൂടെ ബോധ്യമാവുന്നത്. നമ്മൾ എത്ര വലിയ തെറ്റുകളാണ് ചെയ്തത് എങ്കിലും, നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ലഹരി ഉപയോഗിച്ച ആളാണെങ്കിലും ആ ലഹരിയിൽ നിന്നും വിട്ടുമാറാനുള്ള, വിട്ടു നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരികയും ഒരു നല്ല വിശ്വാസിയായി നമുക്ക് മുന്നോട്ട് പോകാനും കഴിയും. ഒരാൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന സമയത്ത് ചെയ്തു പോയ തെറ്റുകൾ, ലഹരി എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റമാണ്, വലിയ തെറ്റാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ പരിശുദ്ധ ഇസ്ലാമിൽ വലിയ തെറ്റായി കാണുന്ന ഒരു കുറ്റമാണ് ലഹരി ഉപയോഗിക്കുക എന്നത്. അത് ഏത് രൂപത്തിലുള്ള ലഹരിയാണെങ്കിലും അത് വലിയ കുറ്റമായിട്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. ആ ലഹരിയിൽ നിന്നും വിട്ടു നിൽക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും ചിന്തിക്കേണ്ടത് ഒന്നാമത്തത്, ആ ചെയ്തു പോയ തെറ്റിൽ അയാൾക്ക് വലിയ ഖേദമുണ്ടാവുക എന്നതാണ്. ആ ഖേദമുണ്ടാവുമ്പോൾ മാത്രമാണ് ആ തെറ്റിൽ നിന്നും വിട്ടു നിൽക്കാൻ അയാൾക്ക് സാധിക്കുന്നത്. രണ്ടാമത്, അയാൾ തൗബ ചെയ്യുന്ന സമയത്ത്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന സമയത്ത്, ഖേദിച്ചു മടങ്ങുന്ന സമയത്ത് അയാൾക്കുണ്ടാവേണ്ട രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കാനുള്ള മനസ്സുണ്ടാവുക എന്നതാണ്. ചെയ്തു പോയ തെറ്റിൽ അയാൾക്ക് വല്ലാത്ത ഖേദമുണ്ടാവണം, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. മൂന്നാമതായി അയാൾക്കുണ്ടാവേണ്ടത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന ഉറച്ച തീരുമാനവും അയാൾക്കുണ്ട് എങ്കിൽ മാത്രമാണ് അല്ലാഹു തആല അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കാനുള്ളത്, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബങ്ങളിലോ ബന്ധങ്ങളിലോ പലരും ലഹരി ഉപയോഗിക്കുന്നവരോ ലഹരിയുടെ അടിമകളായി മാറിയവരോ അതല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഉണ്ടാവാം. പക്ഷേ അതൊരു വലിയ തെറ്റാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മെ മാത്രമല്ല അത് തകർക്കുന്നത്, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ മക്കളുടെ ഭാവിയെ പോലും ഇല്ലാതാക്കുന്ന മാരകമായ ഒരു വിപത്തായി മാറിയിട്ടുണ്ട് ലഹരി. അതുകൊണ്ട് ഒരിക്കലും ലഹരിയുടെ അരികിലേക്ക് പോവാൻ പോലും, അതിൻ്റെ അംശം പോലും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ചിന്തിക്കുക പോലും ചെയ്യരുത്. ആ ലഹരിയിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കാൻ ഈ പറഞ്ഞ 3 തീരുമാനങ്ങൾ നമ്മൾ എടുക്കാൻ തയ്യാറാവണം. ഒന്നാമതായി, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ അതിയായ ഖേദം നമുക്കുണ്ടാവണം, വിട്ടു നിൽക്കാനുള്ള മനസ്സുണ്ടാവണം. ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന ഉറച്ച തീരുമാനമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ചെയ്തു പോയത് എത്ര വലിയ തെറ്റാണെങ്കിലും, എത്ര ഭീകരമായ, എത്ര വലിയ ലഹരിയാണ് നിങ്ങൾ ഉപയോഗിച്ചത് എങ്കിലും അള്ളാഹു അതെല്ലാം പുറത്തു തരാൻ തയ്യാറാണെന്ന് പരിശുദ്ധ റസൂലിൻ്റെ ഹദീസുകളിലൂടെ, പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനങ്ങളിലൂടെ നമുക്ക് ബോധ്യമാവുന്നതാണ്. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളെല്ലാം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി ഒരു നല്ല വിശ്വാസിയായി, ഒരു നല്ല മുഅ്മിനായി ജീവിക്കുവാനും അങ്ങനെ മരിക്കുവാനും നമ്മൾ തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.